ഒരു മുത്തശ്ശൻ സ്വന്തം മകന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ കുട്ടികളുണ്ട്, മകന്റെ ഭാര്യയുണ്ട്. നല്ല സ്നേഹത്തോടു കൂടിയിട്ട് അവര് മുത്തശ്ശനെ സ്വീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് മാറിപ്പോണ്ട് അവര് മൊബൈല് നോക്കുന്നുണ്ട്. മുത്തശ്ശൻ പല കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവര് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കാം, ഇത് കഴിഞ്ഞിട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ അവര് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ വെബ് സീരീസ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ മൊത്തം ഒരു ഫാമിലി ടുഗദർനെസ് ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു അത്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും മെസ്സേജ് അയച്ചിട്ട്, ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഫുഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രംഗമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരു അത്ഭുതം തോന്നി. അപ്പൊ അതിൽ മുത്തശ്ശൻ ചെയ്യുന്ന ഒരു സൂത്രം ഉണ്ട് ഈ മൊബൈലിൽ നിന്ന് മാറി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എന്റെ മനസ്സിൽ ഈ മൊബൈൽ ഡീടോക്സിഫിക്കേഷൻ എന്നുള്ളൊരു ഫീല് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക് കയറി വന്നത്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡീസ് നടത്തി. അങ്ങനെ സ്റ്റഡീസ് നടത്തിയപ്പോൾ എനിക്ക് കണ്ടൊരു കാര്യം, നമ്മൾക്ക് ഉണ്ടാവുന്ന തലവേദന, അതുപോലെ ഉറക്കക്കുറവ്, ശ്രദ്ധയില്ലായ്മ, അതുപോലെ ഒരു നീണ്ട നിര തന്നെ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകള് നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുക. കുട്ടികളെയാണ് ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളെ ഈ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാൻ, നമുക്കൊരിക്കലും മൊബൈൽ വേണ്ടാന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടാനും ആവശ്യത്തിന് മൊബൈൽ ഉപയോഗിക്കാനും എങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ സജ്ജമാക്കാം എന്നുള്ളൊരു ചിന്ത എന്നിൽ വന്നതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഒരു ക്ലബ്ബ് ഞാൻ രൂപീകരിച്ചത്. കുട്ടികൾക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചയും ഗാർഗി കുന്നംകുളത്ത് 10 തൊട്ട് 3 വരെ പല പ്രോഗ്രാമുകളും മൊബൈൽ ഇല്ലാതെ ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു പരിശീലനം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പരിശീലകര് അത് പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ 10 തൊട്ട് 3 വരെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കുന്നുണ്ട്. നമ്മളെ ഇത്രയധികം വിഴുങ്ങിക്കഴിഞ്ഞു മൊബൈലും അതിലെ റീൽസുകളും പല കാര്യങ്ങളും മനസ്സിലാവുന്നത് തന്നെ ഇത് മാറ്റിവെക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇതിനെ ഒരു മൂവ്മെന്റ് ആയിട്ട് കാണണം, ഞങ്ങളുടെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന തുടർ വീഡിയോകൾ ഉണ്ടായിരിക്കും. താങ്ക് യു.